പുള്ളിക്കാര് സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഞാൻ കാരണം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, എന്നാലും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് എനിക്കത് ക്ലാരിറ്റി വരുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ. കാരണം ഞാൻ വേറൊരു ചാനൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ. കാരണം എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം അങ്ങനെയായിരുന്നു, അവര് കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും എന്താ സത്യമല്ലേ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ അതിൽ പറഞ്ഞു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തിളങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു തിളക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. വേറെ ഒന്നല്ല, ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന യൂട്യൂബറുടെ വിവാഹമായിരുന്നു. നല്ല സബ്സ്ക്രൈബറും അതുപോലെ തന്നെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെയുള്ള ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ചാനൽ. അപ്പോൾ ഈ ഗ്ലാമി ഗംഗേൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുതൽ കാണുന്നതാണ്. കാരണം അതായത് അവരൊക്കെ പറയുന്ന ആദ്യത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഉപദ്രവം മൂലം വീട്ടിൽ നിന്നും ഒഴിവായി വന്ന, അവിടെ നിന്നും അച്ഛൻ്റെ ഉപദ്രവം, അച്ഛൻ എന്താ പറയേണ്ടത് എല്ലാം ചെയ്തു, അച്ഛനെ ഭയമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമ്മളൊന്നും കേട്ടിട്ടില്ല കേട്ടാ. അതായത് ഗ്ലാമി ഗംഗ പറയുന്നത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ എങ്ങനെയായിരുന്നു എന്ന് അച്ഛൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ അച്ഛനെ പറ്റിയിട്ടോ പിന്നീട് നമ്മളാരും പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ ഗ്ലാമി ഗംഗ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളെല്ലാവരും കൂടി കുറേ സഹതാപം കൊടുത്തു. പിന്നെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ ആയപ്പോഴേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് താരമായി മാറി. ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ അമ്മയും രണ്ട് മക്കളും എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ, ആ അമ്മയും മക്കളും ആ വീട്ടിൽ സന്തോഷകരമായി കഴിയുന്നു. അവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ടൊരു വലിയ വീടെടുക്കുന്നു. അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അച്ഛനെ അന്വേഷിക്കാനോ അച്ഛനെ കൂട്ടാനോ ഒന്നിനും പോയിട്ടില്ല. ഇതിനുശേഷം അമ്മയുടെ വിവാഹ മോചനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. ഏതായാലും ഇന്നലെ ഗ്ലാമി ഗംഗയുടെ കല്യാണമായിരുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ, അച്ഛനെ എങ്ങാനും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ഞാൻ എല്ലാ വീഡിയോയും നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അമ്മയാണ് കൈപിടിച്ച് കൊടുത്തത്. അച്ഛൻ വന്നിട്ടില്ല. അച്ഛനോട് അത്രത്തോളം വെറുപ്പ് ഈ മക്കൾക്കും അതുപോലെ അമ്മയ്ക്കൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരു കാര്യം, അതായത് ഇത്രയും പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയേണ്ടത്, ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം ഒരുപക്ഷെ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഉപദ്രവമായിരിക്കാം നമ്മൾ ഇത്രയും വലിയ ഒരു ഇതാക്കിയത്. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അച്ഛനെ ഒന്ന് പോയി വിളിക്കാം, അല്ലെങ്കിൽ അച്ഛനെ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണം എന്ന് പോലും ഈ മക്കൾ വിചാരിച്ചിട്ടില്ലേ എന്നുള്ളൊരു സംശയമാണ് എനിക്ക്. അതായത് അച്ഛൻ്റെ സാന്നിധ്യം എവിടെയും ഇല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലാമി ഗംഗയുടെ ജീവിതം, അതായത് ചെറുപ്പത്തിലുള്ള ജീവിതങ്ങളൊക്കെ അച്ഛൻ വേർപിരിഞ്ഞ്, അതുപോലെ തന്നെ അച്ഛൻ്റെ അസാന്നിധ്യം, പിന്നെ അച്ഛൻ്റെ സ്നേഹം കിട്ടാത്തത്, വളർന്നത്, ഇതൊക്കെയാണ് ഗ്ലാമി ഗംഗയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതേ സംഭവമല്ലേ ഇപ്പോഴും കെട്ടിയവൻ്റെ മകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? അതായത് അവൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ അവർ വേറെ കെട്ടി ഡിവോഴ്സ് കഴിഞ്ഞിട്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പോഴും വേറെ കെട്ടി, അവിടെ വഴിയാധാരമായത് ഒരു പെൺകുഞ്ഞല്ലേ, ആ പെൺകുഞ്ഞല്ലേ വഴിയാധാരമായത്. അതാണ് എനിക്ക് ഗ്ലാമി ഗംഗയോടുള്ള ദേഷ്യം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ജീവിതത്തിൽ കിട്ടാത്ത സ്നേഹങ്ങൾ അതാ കുഞ്ഞും അനുഭവിക്കേണ്ട എന്നുള്ളതാണോ ഗ്ലാമി ഗംഗയുടെ തീരുമാനം? അല്ല, അറിയാതുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, നമ്മൾ നേരായ വഴിക്കാണെങ്കിൽ എന്താ വേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതൊരു പെൺകുഞ്ഞാണ്, അതിന് സ്നേഹം കിട്ടേണ്ടതാണ്. അതിന് അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടൂല, എന്നാൽ അച്ഛൻ്റെ സ്നേഹമെങ്കിലും വേണ്ടതാണ്. അതായത് അമ്മേൻ്റെ കല്യാണവും കഴിഞ്ഞു, അച്ഛൻ്റെ കല്യാണവും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന കാര്യമുണ്ട്, എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും അതൊരു നാടകമല്ലേ? അതൊരു നാടകം തന്നെയാണ്. അതൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഈഗോ വരും, അവിടെ ഒരു പ്രശ്നങ്ങൾ വരും, അവിടെ കുറേ നാൾ കഴിഞ്ഞാൽ എന്തൊക്കെയോ വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കൊല്ലസുധീൻ്റെ മകൻ്റെ കാര്യം കാണുന്നില്ലേ? അതായത് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ചെക്കനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ താരമായിരുന്നു. അച്ഛൻ പോയതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ കറിവേപ്പില പോലെയിൽ എടുത്ത് കളഞ്ഞത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ആ ഒരു പെൺകുഞ്ഞിപ്പോഴേ ഗ്ലാമി ഗംഗയും അനുജത്തിയും എങ്ങനെയാണ് ജീവിച്ചത് അതേ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇവരെ തമ്മിലുള്ള ബന്ധമോ പ്രേമോ ഇതൊന്നും ഞങ്ങളുടെ ചർച്ചയാക്കുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതൊക്കെ അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഇൻ്റർവ്യൂവിൽ വന്ന് വിളിച്ചു പറയുമ്പോഴേ എനിക്ക് തോന്നിയൊരു സംഭവം ഇതാണ്. അതായത് ആ പെൺകുഞ്ഞിൻ്റെ ജീവിതം ഗ്ലാമി ഗംഗ അടക്കമുള്ള ആൾക്കാർ തകർത്തു എന്നുള്ളത്. ഇനിയിപ്പോഴും പറയും വേണമെങ്കിൽ ഞങ്ങൾ തകർത്തിട്ടില്ല, ഞങ്ങൾ പിന്നെ തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരും. അതൊക്കെ എത്ര കാലം, അതൊക്കെ എങ്ങനെ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല.
ഇവരുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് പിരിഞ്ഞതെന്ന് നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സെപ്പറേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഈഗോ ക്ലാഷോ അതൊക്കെ ആയിരിക്കാം. ഏതായാലും ഗ്ലാമി ഗംഗയെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയേണ്ടത്, കുറേ നാൾ മുമ്പ് ഇതൊരു വിവാദമൊക്കെ ആയതാണ്. എന്തിനാണ് ഗ്ലാമി ഗംഗ രണ്ടാം കല്യാണം കഴിക്കുന്നത്? പിന്നെ ഇന്നലെ വലിയ അഹങ്കാരത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഗുരുവായൂർ അല്ല എന്നാൽ തിരുവനന്തപുരത്ത് ഗുരുവായൂരില്ലല്ലോ അങ്ങനെ എന്തോന്ന് പറയുന്നത് കേട്ടു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ രണ്ടാം കല്യാണമല്ലേ, രണ്ടാം കെട്ടുകാരനല്ലേ കിട്ടുന്നത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ പറയും ചേട്ടോ ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങളുടെ ഇതാണെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയൊരു ഇതൊന്നും കാണിക്കണ്ട. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുമ്പിൽ നിങ്ങൾ വീണ്ടും തോറ്റു എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ചെറുപ്പകാലത്ത് നിങ്ങളുടെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ജയിക്കാനാണ് വന്നിരുന്നെങ്കിലും ഇപ്പോഴും നിങ്ങൾ വീണ്ടും ആ മനുഷ്യൻ്റെ മുമ്പിൽ തോറ്റു. കാരണം എന്താ അറിയുക, ആ മനുഷ്യൻ ഇപ്പോഴും ചിലപ്പോൾ ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ടാകും, നിനക്ക് അങ്ങനെ വേണമായിരുന്നേ, കാരണം നിനക്ക് രണ്ടാം കെട്ടല്ലേ കിട്ടിയത്, അല്ലാതെ വലുതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് അയാളും ചിന്തിക്കുന്നുണ്ടാകും. കാര്യം വേറെ ഒന്നും അല്ല, അങ്ങനെ ചിന്തിക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഒരു ദേഷ്യം വന്ന ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ആ ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഇവർക്ക് എന്തിൻ്റെ കേടായിരുന്നു. അതായത് ഇതുപോലെയുള്ള എന്താ വെച്ചാൽ രണ്ടാം കെട്ടുകാരന, അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിൻ്റെ തന്തേന, ആ ഒരു പെൺകുഞ്ഞിനെ അനാഥരാക്കിക്കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ അവൻ തന്നെ പറയുന്നതാണേ, ഞാൻ പറയുന്നതല്ല. അതിൻ്റെ അമ്മ വേറെ കല്യാണം കഴിച്ചു, ഇനി ഞാനും കല്യാണം കഴിച്ചു പോയി. അവർക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാകും എന്ന് സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, സെലിബ്രിറ്റി പറയുന്ന സ്ഥിരം ഡയലോഗ്. അതുകൊണ്ട് അച്ഛനെ ക്ഷണിച്ചില്ലെങ്കിൽ അയാൾ ഉള്ളാൽ ചിരിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽപ്പിച്ചല്ലോ, മകളെ തോൽപ്പിച്ചല്ലോ എന്നുള്ള ഒരു ഇതുണ്ടാകും. ഇനി ക്ഷണിച്ചിട്ടും വരാത്തതാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. കാരണം ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ആ ഒരു വാശിപ്പുറത്ത് പൈസ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല ജോലി കണ്ടുപിടിക്കാം. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പഠിപ്പിക്കാതെ വിടുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് പല ജോലികളും ചെയ്ത് പഠിച്ച് വലിയ ആളാകുന്നൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടുകാർ അച്ഛനമ്മേരെ ഉപേക്ഷിക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നീട് അവരെ മനസ്സിലാക്കിച്ച് കൂടെ കൊണ്ടുവരാറുമുണ്ട്. ചില ആൾക്കാരെയൊക്കെ കൂടെ കൊണ്ടുവരാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ തന്തയും തള്ളിയും തമ്മിൽ പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടാകും. അതൊന്നും മക്കൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പരിധി കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യവും കൂടി ഏറ്റെടുത്ത് അതെങ്ങനെ പുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലായാലും എവിടെയായാലും തിളങ്ങണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കണം. അതാണ് ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മൊത്തത്തിലുള്ള സെലിബ്രിറ്റികളെല്ലാം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞിട്ട് തന്നെയാണ് നിന്നു പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭർത്താവ് ഉപേക്ഷിക്കൽ, അച്ഛൻ ഉപേക്ഷിക്കൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം തരാതിരിക്കൽ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് നിങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ വരുമ്പോൾ ഒരു 10-18 വയസ്സിലായിരിക്കും നിങ്ങളൊക്കെ വരുന്നുണ്ടാവുക. ആ ഒരു നിമിഷം വരെയെങ്കിലും അയാൾ എന്തെങ്കിലും തന്നിട്ടുണ്ടാവുമല്ലോ. അയാൾ എന്തെങ്കിലും തരാതെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളർന്ന് വലുതാവുമോ? എന്തെങ്കിലും ഒരു സംഭവം, അതായത് അമ്മയുടെ കൂടെ തന്നെ, അമ്മയെ പോലെ തന്നെ നിങ്ങളെ ഒരു ദിവസമെങ്കിലും നിങ്ങളെല്ലാവരും സ്നേഹിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടാവില്ലേ? പിന്നെ എങ്ങനെയാണ് ആ ഒരു നിമിഷത്തിൽ 18 വയസ്സിൽ അയാൾ എന്തോ ഒരു കാര്യം ചെയ്തു പോയി, അല്ലെങ്കിൽ അയാൾ എന്തോന്ന് പറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അയാളെ എന്ന് പറഞ്ഞാൽ പരമാവധി നാറ്റിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനെതിരെയൊക്കെ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും കല്യാണത്തിന് അങ്ങേരെ വിളിക്കേണ്ടതായിരുന്നു, ആ കൈപിടിച്ച് ഏൽപ്പിക്കേണ്ടത് അങ്ങേരായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, 18 വയസ്സ് വരെ നമ്മൾ വെറുതെ വളരൂല. ഇനി എത്ര വലിയ സഹായികളുണ്ടെങ്കിലും ശരി, എന്തെങ്കിലും ഒരു കാര്യം അതായത് തന്ത എന്നുള്ള നിലയ്ക്ക് ചെയ്തിട്ടുണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒന്നും പറഞ്ഞാൽ ഒരാളും വളരൂല. ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ 10 പുത്തനെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ തന്തയെ തെളിവ് പറയുക, അതുപോലെ തന്നെ തന്തയെ പിന്നെ എന്താ പറയണ്ടത് ഇങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയാണ് പലരും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവില്ല അല്ലെങ്കിൽ ഡിവോഴ്സാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ച് ആകുന്ന ഒരു കാലമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം അതൊരു നമ്മുടെ മലയാളത്തിലേക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേകതയും കൂടി പ്രത്യേകമായിട്ട് കൊണ്ടുവരുന്നുണ്ടത്. പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡിവോഴ്സിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചാനലുകൾ തുടങ്ങുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് വിൽക്കുന്നുണ്ട്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചാനലും അതോടുകൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ലിക്കാകും. അത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ആ യുവതിയുടെ കല്യാണം അവരിത്ര വരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോഴും ചെറിയൊരു തോൽവിയിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ഇതൊരു വലിയ വിജയം എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു പെൺകുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ചു, അത്രേ ഉള്ളൂ. അതായത് ഒരു പാവപ്പെട്ട പെൺകുഞ്ഞിന് അതിൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളുടെ അതേ ഗതി തന്നെ ആ പെൺകുഞ്ഞിനായി, അത്രയേ ഉള്ളൂ. വേറെയൊന്നും സംഭവിച്ചിട്ടില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യും, എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും വിവാഹ മംഗള ആശംസകൾ. ബൈ ബൈ.